2026 മാർച്ച് മാസം കഴിഞ്ഞു, ഏപ്രിൽ തുടങ്ങുകയാണ്. ബാക്കിയുള്ളവിടെയൊക്കെ ഈ വർഷം അവസാനമാണ് ഡ്യൂൺ ഇറങ്ങണതെങ്കിൽ ഞങ്ങളിവിടെ പാലക്കാടുകാർക്ക് ഇപ്പോഴേ ഇവിടെ ഒരു അരാക്കസ് മരുഭൂമിയായി മാറിക്കഴിഞ്ഞു. എമ്മാ ചൂടാണെന്നറിയാം. പുറത്തിറങ്ങണമെങ്കിൽ മറ്റേ സിൽ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങേണ്ട അവസ്ഥയാണ്. വൻ ചൂട്. സോ ഈ ചൂടിൽ, ഈ വേനലിൽ, ഈ വെക്കേഷനിൽ കുറേ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, സീരീസുകളൊക്കെ തന്നെ. ഏപ്രിൽ മാസത്തിൽ, മെയ് മാസത്തിലൊക്കെ പ്രത്യേകിച്ച് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. സോ ഏപ്രിൽ മാസത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ നോക്കാം. നമുക്ക് ഏപ്രിലിലെ തുടക്കത്തിൽ തന്നെ 2-ാം തീയതി വാഴ 2ൻ്റെ റിലീസുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെയായിരുന്നു ആദ്യം ദൃശ്യം 3യും കൂടി പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ അതിൻ്റെ റിലീസ് ഡേറ്റ് പുഷ് ചെയ്ത് അടുത്ത മാസത്തിലേക്ക് മാറ്റിയിരുന്നു. നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ മെയ് 21-നോ അങ്ങനെ എന്തൊക്കെയാണ് ഇപ്പോൾ റിലീസ്. സോ എന്തായാലും ഈ മാസമില്ല, അടുത്ത മാസമാണ് നമുക്ക് റിലീസ്. സോ വാഴ 2 ഉണ്ട്. ഒരുപാട് പ്രതീക്ഷയുള്ളൊരു പടമാണ്. ഫസ്റ്റ് പടം ഒരു രസമുള്ളൊരു പടമായിരുന്നു. എനിക്ക് ഒരു വേറെ ലെവൽ സംഭവമൊന്നുമല്ല, പക്ഷേ കണ്ടിരിക്കാൻ നല്ല തിയേറ്റർ വാച്ച് നിന്ന ആ കൊല്ലത്തെ നല്ല പടങ്ങളിലൊന്നായിരുന്നു വാഴ. ആൻഡ് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് ഈവൺ മോർ ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ ഹാഷറും ഗ്യാങ്ങുമാണ്. സോ ഇവരെ നമ്മൾ റീൽസിലും ഷോർട്സിലൊക്കെ ആയിട്ട് കുറേ കണ്ടിട്ടുണ്ട്. സോ അവരൊരു ഫുൾ ലെങ്ത് പടം നമ്മൾ വാഴ 1ലും കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ചെറിയ ഗ്ലിംസ് വരുമ്പോൾ തന്നെ തിയേറ്റർ എത്രത്തോളം കുലുങ്ങി എന്നുള്ളത്. കാരണം അവരെ നമുക്ക് കണ്ടു പരിചയമുള്ളത് കൊണ്ട് നമുക്ക് അവരെ നേരിട്ട് അറിയില്ലെങ്കിലും ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് വരുമല്ലോ. ആ ഒരു കെമിസ്ട്രിയാണ് നമുക്ക് തിയേറ്ററിൽ വർക്കായത്. സോ ഇതൊരു ഫുൾ ലെങ്ത് പടത്തിൽ എങ്ങനെ വർക്കാവുന്നുള്ളത് നമുക്ക് പടം കണ്ടു തന്നെ നോക്കണം. ട്രെയിലർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ലൊരു അതേ പാറ്റേൺ തന്നെയാണ് അവർ പിടിച്ചിട്ടുള്ളത് തോന്നുന്നത്. വാഴ 1 എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയുള്ളൊരു പാറ്റേൺ ആണ്. സോ ഈ ഗ്യാങ്ങിൻ്റെ നമ്മൾ വാഴ 2-ൽ കണ്ടിട്ടുള്ള, അല്ലെ 1-ൽ കണ്ടിട്ടുള്ള ആ ഒരു ഹാഷറും ഗ്യാങ്ങിൻ്റെ ഫുൾ ലെങ്ത് പടമായിരിക്കും നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം. ആൻഡ് ഏപ്രിൽ 3-ാം തീയതി റെഡി ഓർ നോട്ടിൻ്റെ സെക്കൻഡ് പാർട്ട് പുറത്തിറങ്ങുന്നുണ്ട്. ഹിയർ ഐ കം. റെഡി ഓർ നോട്ട് ഐ തിങ്ക് 2-3 കൊല്ലം മുമ്പ് പുറത്തിറങ്ങിയ പടമാണ്. കിഡിലൻ എൻ്റർടൈനർ ആയിരുന്നു. അത് ഐ തിങ്ക് ഇവിടെ തിയേറ്ററിൽ വലിയ റിലീസ് ഉണ്ടായിരുന്നില്ല, OTT-ലൊക്കെ വന്ന് ഇനി ഹിറ്റായി സാധാരണ തോന്നുന്നു, എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ. ആ സംഭവം പൊളിയായിരുന്നു. ഒരു കല്യാണം കഴിഞ്ഞ് വരുന്നൊരു ബ്രൈഡ്, ആ ഒരു വീട്ടിൽ നടക്കുന്ന അട്രോസിറ്റീസൊക്കെ ആയിരുന്നു. സമാറ വീവിങ് പൊളിയായിട്ട് അഭിനയിച്ച അല്ല കിഡിലൻ ഒരു 1.5 മണിക്കൂറുള്ളൂ, പക്ഷേ നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഹൊറർ ത്രില്ലർ, ഒരു ഫാൻറ്റസി ഹൊറർ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് സെക്കൻഡ് പാർട്ടി 3-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്. ഇതേ ദിവസം തന്നെ സൂപ്പർ മാരിയോ ഗാലക്സി കൂടി പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ സൂപ്പർ മാരിയോ ഫിലിം ഫ്രാഞ്ചൈസിലെ 2-ാമത്തെ പടമാണ്. ഓൾറെഡി സൂപ്പർ മാരിയോ ബ്രോസ് എന്ന് പറഞ്ഞ പടം നമ്മൾ കണ്ടു. 2023 ഒരു വലിയ ഹിറ്റായിരുന്നു. എത്രയോ ബില്യൺ കണക്കിന് ആ പടം അടിച്ചിട്ടുണ്ട്. ഞാൻ അത്രയൊന്നും കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ നൊസ്റ്റാൾജിയ ആ ഒരു ഫാക്ടറാണ് അവർ പിടിച്ചിട്ടുള്ളത്. സൂപ്പർ മാരിയോ കളിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേർക്ക് എനിക്ക് അറിയാമെന്നറിയില്ല. 90s-ലൊക്കെ നമുക്ക് വേറെ ഗെയിമൊന്നുമില്ല. നമ്മൾ കോൺട്രാക്ട് ഇരുന്നിട്ടാണ് നമ്മൾ ഫുള്ള് മറ്റേ കാറ്ററിച്ചിട്ട് കളിക്കാറ്. സോ ആ ഒരു നൊസ്റ്റാൾജി പിടിച്ചിറങ്ങിയ ആ ഒരു പടം വൻ ഹിറ്റായിരുന്നു. അതേപോലെ തന്നെയുള്ളൊരു ഹിറ്റാകും ഇത് ഉള്ളതെന്ന് നമുക്ക് കണ്ടു അറിയാം. ദെൻ 3-ാം തീയതി തന്നെ ദി ഡ്രാമ എന്ന് പറഞ്ഞ് വേറൊരു ഹോളിവുഡ് പടം കൂടി പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ റോബർട്ട് പാറ്റിൻസണും സൺഡേയൊക്കെ പ്രധാന വേഷത്തിൽ എത്തുന്നൊരു പടമാണ്. ദെൻ 3-ാം തീയതി ബൈക്കർ എന്ന് പറഞ്ഞൊരു തെലുങ്ക് പടം കൂടി പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ 5-ാം തീയതി ഐ തിങ്ക് ഞായറാഴ്ചയാണ്, സാധാരണ ഞായറാഴ്ച ആയിരിക്കും പുറത്തിറങ്ങുക, വൺ പീസ് തിരിച്ചു വരികയാണ് ഒരു വലിയ ഹിയറ്റസിന് ശേഷം. വലുതൊന്നുമില്ല, ചെറുതാണ്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യും. കാരണം ഇത്രയും കാലം എല്ലാ ആഴ്ചയും പുറത്തിറങ്ങിക്കൊണ്ടിരുന്ന സാധനമായിരുന്നു വൺ പീസ്. പിന്നെ അവർ ഹോൾട്ട് ചെയ്ത് ഇനി മുതൽ എല്ലാം ബ്രേക്ക് ചെയ്ത് സീസൺ ബൈ സീസണായിട്ട് പുറത്തിറങ്ങുക. സോ ഇത്രയും കാലം നമ്മൾ കണ്ടത് ഈ 97 മുതലൊക്കെ പുറത്തിറങ്ങി 2025 വരെ നമ്മൾ കണ്ടത് ഒരു ഫസ്റ്റ് സീസണാണ് അതിൻ്റെ. ഇനി അങ്ങോട്ട് സീസൺ ബൈ സീസൺ, ഇപ്പോൾ സെക്കൻഡ് സീസൺ, തേർഡ് സീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10, 20, 26 എപ്പിസോഡ്, 24 എപ്പിസോഡ് അങ്ങനെ ആയിരിക്കും ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. സോ അതിന് സെക്കൻഡ് സീസൺ നമ്മുടെ എൽബഫ് ആർക്ക് തുടങ്ങുന്നത് ഈ 5-ാം തീയതിയാണ്. തൊട്ട് മുമ്പുണ്ടായിരുന്നു ഭയങ്കര ഒരു കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്ത, കുറേ സീക്രറ്റ്സ് റിവീൽ ചെയ്ത ഒരു ആർക്കായിരുന്നു തൊട്ട് മുമ്പ് പുറത്തിറങ്ങിയ നമ്മുടെ എഗ്ഹെഡ് ആർക്ക്. അതിന് മുമ്പുണ്ടായിരുന്ന വാനോ ഒരു ആക്ഷൻ ബാക്ക്ഡ് ആർക്കായിരുന്നു. ഈ എൽബഫ് ആർക്ക് ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിലും ഒരുപാട് റിവീലിംഗ് സാധനങ്ങൾ, ഒരുപാട് ഐക്കോണിക് സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാണ് മാങ്ക വായിച്ചവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ആനിമയുടെ സീസൺ, ഞാൻ മറ്റേ ലൈവ് ആക്ഷൻ്റെ കാര്യമല്ല പറയുന്നത്, ലൈവ് ആക്ഷൻ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. നമുക്ക് സെക്കൻഡ് സീസണൊക്കെ നമ്മൾ കണ്ടതാണ്, അടിപൊളിയായിരുന്നു. സോ അതിൻ്റെ തേർഡ് സീസണെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ആനിമി വൺ പീസിൻ്റെ 5-ാം തീയതി അതിൻ്റെ എൽബഫ് ആർക്ക് തുടങ്ങും. ദെൻ 8-ാം തീയതി ദി ബോയ്സിൻ്റെ സീസൺ 5 പുറത്തിറങ്ങുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് മാത്രമായിരിക്കും പുറത്തിറങ്ങുക. ഫിനാലെയാണ്. ആമസോൺ പ്രൈമിൻ്റെ ഒരു പക്ഷേ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരിക്കും ബോയ്സ്. ഇവർക്കിത് കഴിഞ്ഞു. സോ ഫൈനൽ സീസൺ അവരെങ്ങനെയായിരിക്കും പൊളിച്ചെടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം. ഒരു പക്ക അഡൽട്ട് മറ്റേ ഈ സൂപ്പർ ഹീറോ സീരീസാണ് നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു സൂപ്പർ ഹീറോ ടൈപ്പ് സാധനം. ഇതൊരു കോമിക് ബുക്ക് അഡാപ്റ്റേഷൻ ആയിരുന്നു. ഭയങ്കര ഫാൻ ബേസാണ്. സീസൺ 5 എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഈ വർഷത്തെ വലിയ സീരീസ് റിലീസുകളിലൊന്നു കൂടിയാണ് ബോയ്സിൻ്റെ സീസൺ 5. ഞാൻ ഇതേ ദിവസം 8-ാം തീയതി തന്നെ നമ്മുടെ പഴയ അല്ലു അർജുൻ്റെ പടമില്ലേ ഹാപ്പി, അത് റിലീസ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. 9-ാം തീയതി ദി മിനിയേച്ചർ വൈഫ് എന്ന് പറഞ്ഞൊരു സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. ഇതെന്താ സംബന്ധം എന്ന് പറഞ്ഞാൽ ഈ ഭാര്യ ചെറുതായി, ഈ പണ്ട് TV യിലൊക്കെ ഹണി ഐ ബ്ലൂ അപ്പ് ദി കിഡ്സ്, ദെൻ ഹണി ഐ ഷ്രങ്ക് ദി കിഡ്സ് എന്നൊക്കെ പറഞ്ഞ് 2 പടം ഉണ്ടായിരുന്നു.
അതിൽ ബ്ലൂ അപ്പ് ദി കിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടീനെ വലുതാക്കും ഒരു മെഷീൻ വെച്ച്. ഷ്രങ്ക് ദി കിഡ്സ് ആയിരുന്നു കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ്. കാരണം ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ പടമാണെന്ന് തോന്നുന്നു. ഷ്രങ്ക് ദി കിഡ്സിൽ മക്കളെ ഒരു മെഷീൻ കാരണം ചെറുതാവും. അവർ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകും. അങ്ങനെ ഒരു ഉറുമ്പിൻ്റെ സൈസായ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അതേപോലത്തെ ഒരു കോൺസെപ്റ്റിനെ എടുത്ത് ചെയ്യുന്നൊരു പടമാണെന്ന് തോന്നുന്നു ഈ മിനിയേച്ചർ വൈഫ്. എൻ്റെ പോസ്റ്ററിലും ഫസ്റ്റ് ലുക്കിലൊക്കെ തന്നെ അത് കാണിച്ചിട്ടുള്ളൂ. ദെൻ ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെജൻഡ് ശരവണയുടെ പടം. ഇതിന് മൂപ്പരുടെ ഫസ്റ്റ് പടം അറിയാലോ ലെജൻഡ്. ഞാനൊക്കെ റോസ്റ്റ് ചെയ്ത പടമാണ്. വൻ ഊളപ്പടമായിരുന്നു, ഊള അഭിനയമായിരുന്നു. പക്ഷേ ഈ സാധനത്തിൻ്റെ ട്രെയിലർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മൂപ്പര് അങ്ങനെ ഒരു ആക്ഷൻ ബാക്ക്ഡ് ഷെയ്ഡിൽ നമ്മൾ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഇനി നല്ല ഡയറക്ടർ ഇനിയിപ്പോൾ ആ സീൻ മാത്രമേ നല്ലതൊന്നും അറിയില്ല, കണ്ടു തന്നെ നോക്കണം. പക്ഷേ ട്രെയിലർ കുറച്ച് പ്രോമിസിങ് ആയിരുന്നു. കുറച്ച് എന്തോ വ്യത്യാസം വരുത്തി ഇങ്ങനെ ഊക്ക് കിട്ടാൻ വേണ്ടി ഒരു സാധനം അല്ല എന്നുള്ളൊരു മോഡിലുള്ള സാധനമാണെന്ന് തോന്നുന്നുണ്ട്. ദെൻ 10-ാം തീയതി നമ്മുടെ പള്ളിച്ചട്ടം എന്ന് പറഞ്ഞാൽ ടോവിനോ ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ടോവിനെയും കൈയുടെ ലോഹറൊക്കെ പ്രധാന വേഷത്തിലെത്തൊരു മൂവിയാണ്. നമ്മുടെ ഡിജോ ജോസ് സംവിധാനം ചെയ്യുന്ന മൂവിയാണ്. ഓൾറെഡി മൂപ്പരുടെ മറ്റു പടങ്ങളൊക്കെ അറിയാം നമുക്ക്. പക്ഷേ തൊട്ട് മുമ്പ് ഇറങ്ങിയ മറ്റേ നിവിൻ പോളിയുടെ പടം എനിക്ക് തീരെ പറ്റില്ല. മറ്റേ മലയാളി ഫ്രം ഇന്ത്യ എനിക്ക് തീരെ വർക്കായില്ല. സോ ഈ പടം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ടീസർ മാത്രമേ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനെ പറ്റിയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും റിവീൽ ചെയ്തിട്ടില്ല. ദെൻ LIK നമ്മുടെ ലവ് ഇൻഷുറൻസ് കമ്പനി, ഇതും ഇതേ ദിവസം 10-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്. ഇത് ആക്ച്വലി കഴിഞ്ഞ കൊല്ലം പുറത്തിറങ്ങാൻ പടമായിരുന്നു. നമ്മുടെ ഡ്യൂഡിൻ്റെ ഒക്കെ കൂടെ പുറത്തിറങ്ങേണ്ട പടമായിരുന്നു. സോ LIK നമ്മുടെ വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന പ്രദീപ് രംഗനാഥനും SJ സൂര്യയും കൃതി ഷെട്ടൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന പടമാണ്. ഇതൊരു കുറച്ചും കൂടി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടൈപ്പ്, ഒരു 2040 ടൈമിലൊക്കെ ഒരു ലവ് ആപ്പോ അങ്ങനെ എന്തോ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കോൺഫ്ലിക്റ്റുകളൊക്കെയാണ്. പക്ഷേ സിനിമയിൽ ഈ പ്രദീപ് രംഗനാഥനുള്ളത് ഓപ്പോസിറ്റായിട്ട് SJ സൂര്യയ്ക്ക് ഉള്ളതാണ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടർ. കോംബോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, എത്രത്തോളം കോമഡി വർക്കാവും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. LIK 10-ാം തീയതി പുറത്തിറങ്ങും, അറ്റ് ലാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ മോഹിനിയാട്ടം എന്ന പടം 10-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് നമ്മുടെ ഭരതനാട്യം എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ആ പടം ഒരു നല്ലൊരു പടമായിരുന്നു, പക്ഷേ തിയേറ്ററിൽ ഫ്ലോപ്പായി. ദെൻ OTTയിൽ ഹിറ്റായൊരു പടമാണെന്ന് പറയാം. ദെൻ 10-ാം തീയതി ഡക്കോയിറ്റ് എന്ന് പറഞ്ഞൊരു പടം നമ്മുടെ തെലുങ്കിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ അദ്വിശേഷും മൃണാൾ താക്കൂറൊക്കെ ഉള്ള പടമാണ്. ദെൻ 10-ാം തീയതി തന്നെ പ്രിയദർശൻ്റെ ബോളിവുഡ് ചിത്രം ഭൂത് ബംഗ്ല, നമ്മുടെ കില്ലാടി അക്ഷയ് കുമാറിൻ്റെ പടമാണ്. ദെൻ 10-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ കൂടെ ട്രാഷ് എന്ന് പറഞ്ഞൊരു പടം പുറത്തിറങ്ങുന്നുണ്ട്. ഇതൊരു ഷാർക്ക് അറ്റാക്ക് ബേസ്ഡ് മൂവിയാണെന്ന് തോന്നുന്നു. ദെൻ 10-ാം തീയതി തന്നെ ഔട്ട്കം എന്ന് പറഞ്ഞൊരു പടം ആപ്പിൾ TV+ പുറത്തിറങ്ങുന്നത്. നമ്മുടെ കിയാനു റീവ്സ് പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ബ്ലാക്ക് കോമഡി മൂവി ആയിരിക്കും ഇത്. ആപ്പിൾ TV+ ആയതുകൊണ്ട് കുറച്ച് പ്രതീക്ഷയുണ്ട്, നോക്കാം എന്താണെന്നുള്ളത്. ദെൻ യൂഫോറിയയുടെ സീസൺ 3 ഈ മാസമാണ് പുറത്തിറങ്ങുന്നത്. 12-ാം തീയതി നമ്മുടെ സെൻഡേയും സിഡ്നി സീനൊക്കെ റിട്ടേണിങ്. ഈ സെൻഡേക്ക് തന്നെ ഇക്കൊല്ലം MR റിലീസുകളാണെന്ന് അറിയാം. നമുക്ക് ഈ നമ്മുടെ സ്പൈഡർമാൻ പടം ബ്രാൻഡ് ന്യൂ ഡേ വരുന്നുണ്ട്. ഓൾറെഡി ഞാൻ ഈ മാസം തന്നെ പറഞ്ഞു, മറ്റേ ഡ്രാമ നമ്മുടെ റോബർട്ട് പാറ്റിൻസൻ്റെ കൂടെ. ദെൻ ഈ പറഞ്ഞ പോലെ ഡ്യൂൺ വരുന്നുണ്ട്. ദെൻ ഈ പടവും, ഈ 4 പടം അല്ല ഈ സീരീസും യൂഫോറിയ സെൻഡേക്ക് ഈ 2026 പാക്ഡ് ആണ്. സോ യൂഫോറിയൽ സീസൺ 3 HBO Maxിലൂടെ 12-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കും. ദെൻ 15-ാം തീയതി മാർഗോസ് ഗോഡ് മണി ട്രബിൾ എന്ന് പറഞ്ഞൊരു സീരീസ് ആപ്പിൾ TV+ പുറത്തിറങ്ങുന്നുണ്ട്. ഇതും മറ്റൊരു ആപ്പിൾ TV+ സീരീസാണ്. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ആപ്പിൾ TV+ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിതിൽ ഉൾപ്പെടുത്താൻ കാരണം അവരിറക്കുന്ന ഒരു 99% സാധനങ്ങളും അടിപൊളിയാണ്. ദെൻ ബീഫിൻ്റെ സീസൺ 2 ഈ മാസം പുറത്തിറങ്ങുന്നുണ്ട് 16-ാം തീയതി. നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ഒരു കിഡിലൻ സീരീസ് ആയിരുന്നു ബീഫിൻ്റെ സീസൺ 1. അതേ കണ്ടിന്യൂഷൻ ആണോ അതോ എല്ലാ ക്യാരക്ടർ ചേഞ്ചോ കാസ്റ്റ് ചേഞ്ചോ ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ്, ഒരു ഈഗോ ക്ലാഷാണ് ഈ സീരീസിൽ ചർച്ച ചെയ്യുന്നത്. ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള എന്തോ ഒരു ചെറിയ എന്തൊരു കാര്യത്തിന് തുടങ്ങിയ അടിയായിരുന്നു. അവരെ എവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളത് നമുക്ക് അവസാനം കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. പക്ഷേ അതിൻ്റെ അണ്ടർലൈങ് ആയിട്ട് ഇൻഡെപ്തായിട്ട് കുറേ സാധനങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ നല്ലൊരു സറ്റയറിക്കൽ അല്ലെങ്കിൽ ബ്ലാക്ക് കോമഡി മോഡിലാണ് പറഞ്ഞു പോകുന്നത്. നല്ലൊരു സീരീസാണ് ബീഫ്. ഫസ്റ്റ് സീസൺ കണ്ടില്ലാത്തതുകൊണ്ടെങ്കിൽ കണ്ടുപോകുക. ദെൻ 17-ാം തീയതി മമ്മി പുറത്തിറക്കുന്നുണ്ട്, പുതിയ മമ്മി. ഇത് വെറുതെ ചവർ പോലെ വാരി ഇറക്കുന്ന മമ്മിയല്ല, നമ്മുടെ ലീ ക്രോണിൻ്റെ മമ്മിയാണ്. നമുക്ക് ഓൾറെഡി മൂപ്പര് കിഡിലും കുറേ പടങ്ങൾ എടുത്തിട്ടുണ്ട്, ഈവിൾ ഡെഡ് റൈസും. ഇതിൻ്റെ ഈ ഒരു പടത്തിൻ്റെ തന്നെ ട്രെയിലർ നല്ല രസമുണ്ടായിരുന്നു. ഒരു ഫ്രഷ് ടേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു മമ്മി യൂണിവേഴ്സിൽ അല്ലെങ്കിൽ മമ്മി ഫ്രാഞ്ചൈസിൽ ഒരു വെറൈറ്റി പടം ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ തന്നെ ആവട്ടെ. കാരണം ഒരു റിവൈവൽ അതിന് വേണ്ടതാണ്. വെറുതെ റീബൂട്ട് അല്ലെങ്കിൽ വെറുതെ റീമേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഇറക്കാതെ ഇതേപോലെ വേറെ പേഴ്സ്പെക്റ്റീവിൽ ഒരു ഫ്രഷ് ടേക്കായിട്ട് ഒരാൾ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ ഉണ്ടാവും, വർക്കാവും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. 17-ാം തീയതി ആയിരിക്കും മമ്മി പുറത്തിറങ്ങുക. ദെൻ 17-ാം തീയതി തന്നെ മാതൃഭൂമി എന്ന് പറഞ്ഞൊരു സൽമാൻ ഖാൻ ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഓൾറെഡി വേറെ പേര് മറ്റേ ബാറ്റിൽ ഓഫ് ഗൽവാനോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. സല്ലൂപ്പടാണ് ബോളിവുഡ് പടം. ദെൻ നോർമൽ എന്ന് പറഞ്ഞൊരു ആക്ഷൻ പടം 17-ാം തീയതി പുറത്തിറങ്ങുന്നത്. നമ്മുടെ ബോബ് ഒഡെൻകർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ഓൾറെഡി മൂപ്പര് നോബഡിയൊക്കെ ചെയ്ത് നോബഡി 2 ചെയ്തു. ഇപ്പം ഫുൾ ആക്ഷനാണെന്ന് തോന്നുന്നുണ്ട്. ദെൻ 19-ാം തീയതിയാണ് ഫ്രമ്മിൻ്റെ സീസൺ 4 പുറത്തിറങ്ങുന്നത്. ഈ കുറേ ആയിട്ട് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വെച്ച് ഇവർ പോകുന്നുണ്ട്. ഒരു പ്രോപ്പർ റിവീലിംഗ് ഒന്നും ഇവിടെയും കിട്ടിയിട്ടില്ല. ഓരോ സീസൺ കഴിയുമ്പോഴും
ഓരോ സീസണിൻ്റെ ക്ലിഫ് ഹാങ്ങർ എത്തുമ്പോഴും ഇവർ അടുത്ത ചോദ്യം കൊണ്ട് വെച്ചിട്ടാണ് നിർത്തിയിട്ടുള്ളത്. ഇവർ എപ്പോഴെങ്കിലും ഒരു ഉത്തരം തരുമോ എന്നുള്ളത് നമുക്ക് ഇതിൽ നോക്കണം. ഇതിലൊരു അന്ത്യം ഉണ്ടോ എന്നും അറിയണം. ഇത് എത്ര സീസൺ പോകുമെന്നും അറിയില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഉത്തരവൊന്നുമില്ല, ചോദ്യത്തോട് ചോദ്യം. ഇതിന് ഉത്തരം അവരുടെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും കാണും ഫ്രം എൻ്റെ സീസൺ 4. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കുറച്ചെണ്ണത്തിന് ഉത്തരം കിട്ടിയാൽ മതി. ദെൻ 23-ാം തീയതി സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഒരു സ്പിൻ ഓഫ് സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്, ടെയിൽസ് ഫ്രം 85. ഇത് അധികം ആൾക്കാർ കാണാൻ ചാൻസേ ഇല്ല. കാരണം ഇതൊരു ആനിമേറ്റഡ് സീരീസാണ്. ഈ ആനിമേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ പേരിങ്ങനെ വാലും മൂടി പോകും. എന്താണെന്നറിയില്ല, ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. ഈ ആനിമേറ്റഡിൽ തന്നെ കുറേ നല്ല കണ്ടൻറ് ഉണ്ട്. ഒരു ആനിമി അല്ല, ഇത് ആനിമേറ്റഡ് ആണ്. ആനിമേറ്റഡ് വ്യത്യാസമുണ്ട്. ജപ്പാനീസ് ആനിമി അല്ല ഇത്. ഇതൊരു ഹോളിവുഡ് ആനിമേറ്റഡ് സീരീസാണ്. ഡഫർ ബ്രദേഴ്സ് തന്നെയാണ് ഇതിൻ്റെ പുറകിലും. ഇതിൻ്റെ കഥ ഒരു നമ്മൾ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ 2nd and 3rd സീസണിൻ്റെ ഇടയിൽ നടക്കുന്നൊരു കഥയായിട്ട് ഇതിൽ കാണിച്ചു തരിക. നമ്മുടെ അതിൽ കണ്ടിട്ടുള്ള അതേ ആക്ടേഴ്സ് തന്നെയാണ് ഇതിൽ വോയിസ് ഓവർ ചെയ്തിട്ടുള്ളതും. സോ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ടെയിൽസ് ഫ്രം 85 23-ാം തീയതി ആയിരിക്കും പുറത്തിറങ്ങുക. ഇതേ ദിവസം തന്നെയാണ് നമ്മുടെ മലയാളത്തിൽ നിന്നും പാട്രിയോട്ട് പുറത്തിറങ്ങുന്നത്. ഈ വർഷത്തെ ഒരു വലിയ മലയാളം റിലീസുകൾ ഒന്നാണെങ്കിൽ പറയാം. ദെൻ 23-ാം തീയതി ഹാഫ് മാൻ എന്ന് പറഞ്ഞൊരു സീരീസ് HBO മാക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ റിച്ചാർഡ് ഗാർഡില്ലേ, മറ്റേ ഈ നെറ്റ്ഫ്ലിക്സിലൊരു കിഡിലെ സീരീസ് ഉണ്ടായിരുന്നു, നമ്മുടെ ബേബി റെയിൻഡിയർ. അടിപൊളിയായിരുന്നു. അതിൻ്റെ ഒരൊറ്റ സീസണാണ്, മിനി സീരീസാണ്, നൈസാണ്, കണ്ടു നോക്കുക. അതിൻ്റെ ക്രിയേറ്റർ തന്നെയാണ്, മൂപ്പർ തന്നെയാണ് അതിൽ ആക്ട് ചെയ്തിട്ടുള്ളത്. ഇതിലും മൂപ്പർ തന്നെയാണ് ആക്റ്റും മൂപ്പർ ഡയറക്ഷനും ചെയ്തിട്ടുള്ളത്. സോ റിച്ചാർഡ് ഗാർഡിൻ്റെ അടുത്തൊരു കിഡിലെ സീരീസ് ആയിരിക്കും തോന്നുന്നു ഹാഫ് മാൻ. HBO മാക്സിലാണ്. HBOയുടെ ഒരു ക്വാളിറ്റിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ദെൻ 24-ാം തീയതി മൈക്കിൾ എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങുന്നത് നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ബയോപിക് ആണ്. ദെൻ 24-ാം തന്നെ ഇഫ് വിഷ് കുഡ് കിൽ എന്ന് പറഞ്ഞൊരു സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. ഇതൊരു കൊറിയൻ സീരീസ് ആണ്. ദെൻ ഫ്യൂസ് എന്ന് പറഞ്ഞൊരു ഹൈസ്റ്റ് ത്രില്ലർ പടം 24-ാം തീയതി പുറത്തിറങ്ങുന്നത് നമ്മുടെ ആരോൺ ടൈലർ ജോൺസണും സാം വർത്തിംഗ്ടണൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന പടമാണ്. ദെൻ അപ്പെക്സ് എന്ന് പറഞ്ഞൊരു സിനിമയും കൂടി 24-ാം തീയതി പുറത്തിറങ്ങുന്നത് നെറ്റ്ഫ്ലിക്സിലൂടെ. നമ്മുടെ ചാർലിസ് തിരോണും ആരോൺ എർഗട്ടണൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു പടം. ദെൻ 24-ാം തീയതി ഡെസേർട്ട് വാരിയർ എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. ഇതൊരു ഹിസ്റ്റോറിക്കൽ മൂവിയാണ്. നമ്മുടെ ആന്റണി മെക്കയും ബെൻ കിങ്സിലേക്ക് പ്രധാന വേഷത്തിലെത്തുന്ന പടമാണ്. ദെൻ 30-ാം തീയതി മാൻ ഓൺ ഫയർ എന്ന് പറഞ്ഞൊരു സീരീസ്, നമ്മുടെ യായ അബ്ദുൾ മറ്റീനൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട് 30-ാം തീയതി. ദെൻ തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും 2 പടങ്ങളോട് പുറത്തിറങ്ങുന്നുണ്ട് ഏപ്രിൽ 30-ാം തീയതി. തമിഴിൽ നിന്ന് നമ്മുടെ കര, നമ്മുടെ ധനുഷും അമിത ബൈജു രാജാട്ടനൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന പടമാണ്. നമ്മുടെ പോർത്തൊഴിൽ എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറാണ് തോന്നുന്നത് ഈ ഒരു പടം ഡയറക്ട് ചെയ്യുന്നത്, നമ്മുടെ ധനുഷ് പടം. 30-ാം തീയതി കര. ദെൻ 30-ാം തീയതി പെഡി എന്ന് പറഞ്ഞൊരു പടം പുറത്തിറങ്ങുന്നത്. ഇത് ഇങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല. പെഡിയാണോ പെഡി തന്നെയാണ് തോന്നുന്നത്. ഇവിടെ രാം ചരൺ പടം. ഇതൊരു വലിയ ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന പടമാണ്. 300 കോടി എന്തോ. ഇതിൽ മൂപ്പര് ആ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന സീൻ ഉണ്ടല്ലോ, ആ ഒരു ഷോർട്ട്, ഒരു ടീസർ പോലെ ചെറുതായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഈ ഒരു പടം ഈ 300 കോടി മാത്രമല്ല, ARM ഒക്കെയാണ് ഇതിന് മ്യൂസിക് ഒക്കെ ചെയ്തിട്ടുള്ളത്. സോ തെലുങ്കിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു വലിയ പടമാണ്. പക്ഷേ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു പടമായിരിക്കും തോന്നുന്നു. സോ രാം ചരൻ്റെ തൊട്ട് മുമ്പ് പുറത്തിറങ്ങിയ മറ്റേ ഗെയിം ചേഞ്ചറൊക്കെ അമ്മോ അയ്യോ ഒന്ന് ഓർക്കാനും കൂടി വയ്യ. ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു പടമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. സോ ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങുന്ന വലിയ സിനിമകളും സീരീസുകളൊക്കെ ഇതാണ്. ഈ പറഞ്ഞ പോലെ ലിസ്റ്റിൽ തന്നെ നിങ്ങൾ ഏറെ കംഷോടെ കാത്തിരിക്കുന്ന സിനിമ ഏത് സീരീസ് എന്നുള്ളതും ഞാൻ ഈ ലിസ്റ്റിൽ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.